മിഡിൽ ഈസ്റ്റിൽ ഉടനീളം ഉള്ള അമേരിക്കയുടെ വ്യോമത്താവളങ്ങളിൽ മുഴുവൻ അവർ ആയുധങ്ങളും യുദ്ധവിമാനങ്ങളും കൊണ്ട് നിറച്ചിരിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ 30 വർഷമായി ഇസ്രയേലിൽ അമേരിക്ക അവരുടെ യുദ്ധവിമാനങ്ങൾ വിന്യസിക്കാറില്ലായിരുന്നു. അതിനൊരു കാരണമുണ്ട്. അമേരിക്കയുടെ അറബ് പങ്കാളികൾക്ക് ഒരു നീരസമുണ്ടാകണ്ട എന്ന് കരുതിയും അവരെ വെറുപ്പിക്കണ്ട എന്ന് കരുതിയുമാണ് കഴിഞ്ഞ 30 വർഷമായിട്ട് അമേരിക്ക ഇസ്രയേലിന്റെ ഒരു വ്യോമ താവളങ്ങളിലോ മറ്റോ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളും മറ്റും കൊണ്ടിടാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് തന്നെ മാറ്റം വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അവിടുത്തെ സ്റ്റെൽത്ത് ഫൈറ്ററുകൾ, അതായത് പ്രീമിയർ സ്റ്റെൽത്ത് ഫൈറ്ററുകൾ അവിടെ വിന്യസിച്ചിരിക്കുകയാണ്. ഇസ്രയേൽ വിന്യസിച്ചിരിക്കുകയാണ്. ഇസ്രയേലിന്റെ വ്യോമത്താവളങ്ങളിലൊക്കെ ഇറാനുമായി ഒരു യുദ്ധം ഉണ്ടാകുമെന്നുള്ള മുൻകരുതൽ F-22 സ്റ്റെൽത്ത് ജെറ്റുകൾ ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നു. ഈ F-22 റാപ്പിഡ് എന്ന് പറയുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു യുദ്ധ വിമാനം തന്നെയാണ്. അതായത് ഇസ്രായേലിനെ പൂർണ്ണമായി തന്നെ സജ്ജീകരിക്കുക. കാരണം ഇറാൻ അമേരിക്ക ഒരു യുദ്ധം മുന്നണിയിലേക്ക് പോവുകയാണെങ്കിൽ, യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായി തന്നെ ഇറാന്റെ തിരിച്ചടി അമേരിക്കൻ വ്യോമത്താവളങ്ങൾക്കായിരിക്കും, അവരുടെ പ്രധാന ശത്രുവായ ഇസ്രായേലിന് നേർക്കായിരിക്കും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിന് പ്രതിരോധം ഒരുക്കുക, ഒപ്പം തന്നെ ഇസ്രായേൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാനെ ആക്രമിക്കുക. കാരണം കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു കാര്യം അത് തന്നെയായിരിക്കും. കാരണം മിഡിൽ ഈസ്റ്റിലുള്ള ഈ വ്യോമത്താവളത്തിൽ നിന്നും മറ്റുമൊക്കെ അമേരിക്ക ആക്രമണത്തിന്റെ ദിവസങ്ങൾ നീട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ അറബ് രാജ്യങ്ങൾ അമേരിക്കയെ എതിർക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള സാഹചര്യം ഒരുപക്ഷെ ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കുക എന്നത് കൂടിയാണ് ഇസ്രായേലിന്റെ വ്യോമത്താവളങ്ങളിൽ അമേരിക്ക അവരുടെ ഫൈറ്റർ ജെറ്റുകൾ കൊണ്ട് ഇടുന്നതിലൂടെ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഏതായാലും നിലവിൽ ചർച്ചകളും മറ്റും നടക്കുന്നുണ്ടെങ്കിലും ഈ ചർച്ചകൾ എങ്ങും എത്തില്ല എന്ന് തന്നെയാണ് എവരും കരുതുന്നത്. കാരണം ഇപ്പോൾ അമേരിക്ക വെക്കുന്ന ഡിമാൻഡുകളൊന്നും ഒരുപക്ഷെ ഒരിക്കൽ പോലും ഇറാൻ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു ഡിമാൻഡുകളുമല്ല. ഏത് സമയവും ഒരു യുദ്ധത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ ചർച്ച നടക്കുമ്പോൾ തന്നെ വലിയ രീതിയിൽ ഇരുവിഭാഗവും സൈനിക നീക്കങ്ങളാണ് നടത്തുന്നത്. അമേരിക്ക കൂടുതൽ യുദ്ധവിമാനങ്ങളും മറ്റും എത്തിക്കുമ്പോൾ ഇറാനും അതിന് സമാനമായ രീതിയിലുള്ള മുന്നേറ്റമാണ് നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.